ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വെക്കേഷൻ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരിടമാണ് കേട്ടോ കക്കാടംപൊയിൽ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കക്കാടംപൊയിൽ ഡൂൺകാസ്റ്റിലെ എന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഞങ്ങളെപ്പോലെ തന്നെ ഫാമിലി ഗ്രൂപ്പും ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് ഒരു ഗാദറിങ്ങോ ഫാമിലി സ്റ്റേക്കേഷനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് പറ്റിയൊരിടമാണ് കേട്ടോ നമ്മുടെ ഡൂൺകാസ്റ്റിലെ. ഇവിടെ 4 കോട്ടേജുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മൗണ്ടൻ വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ 4 കോട്ടേജുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ 20ഓളം പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഡോർമെറ്ററി ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഒത്തിരി അധികം സൗകര്യങ്ങൾ ഡൂൺകാസ്റ്റിൽ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ലക്ഷറിയസ് റൂംസ്, ഡൈനിങ് റൂം, കോൺഫറൻസ് ഹാൾ, ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ, മൗണ്ടൻ വ്യൂ, ഗാദറിംഗ് പോയിൻറ്റ്, DJ റൂം, ഗെയിം സോൺ, ചിൽഡ്രൻസ് പാർക്ക്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ മൗണ്ടൻ വ്യൂ ആസ്വദിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആ 4 കോട്ടേജുകളുമാണ് കേട്ടോ. ഇനി ഞാൻ താമസിച്ചിട്ടുള്ള റൂമും അതുപോലെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ചിൽഡ്രൻസിനായിട്ട് ഒരുക്കിയിട്ടുള്ള കൊച്ചു പാർക്ക് കേട്ടോ. വളരെ മനോഹരമായി വളരെ നീറ്റായിട്ടാണ് അവരത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഫസ്റ്റ് കോട്ടേജിലാണ് കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഡ്യൂൺ 1, ഡ്യൂൺ 2 എന്ന 2 കോട്ടേജുകളായിട്ടാണ്, 2 ഭാഗങ്ങളായിട്ടാണ്. ഒരു കോട്ടേജിൻ്റെ 2 ഭാഗങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഡ്യൂൺ 1 ഞങ്ങളും ഡ്യൂൺ 2 അനിയനും ഫാമിലിയാണ് താമസിച്ചിരുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച റൂമിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ എല്ലാ കോട്ടേജുകളിലെ റൂമുകളും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അകത്തിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിയുടെ ആ വിൻഡോയിൽ കർട്ടനൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി അകത്തിരുന്നു കൊണ്ട് തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ റൂമൊക്കെ കണ്ടുവല്ലോ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. ഇനി നമുക്ക് അതൊന്നും പോരാ, ബാൽക്കണിയിൽ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് വളരെ മനോഹരമായിട്ട് പ്രകൃതിയൊക്കെ നോക്കി മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ആ മൗണ്ടൻ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റിയ നല്ലൊരിടാണ് കേട്ടോ. റൂമിലൊക്കെ വന്ന് ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് നേരെ ഓടിയത് ഡൈനിങ് ഹാളിലേക്കാണ് കേട്ടോ. പെട്ടെന്നൊരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു യാത്രാക്ഷീണമൊക്കെ കാരണം. അപ്പോൾ നമുക്കായിട്ട് ചായയും അതുപോലെ തന്നെ സ്നാക്സും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20ഓളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഡൈനിങ് ഹാളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചായ കുടിക്കുന്നതാകട്ടെ അതും പ്രകൃതിയിലേക്ക് നോക്കി തന്നെയാണ്. ജാലകത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ മുഴുവൻ പച്ചപ്പും മേഘങ്ങളും മാത്രം. തണുത്ത കാറ്റും സൈലൻറ്റ് വൈബും ചേർന്നൊരു പെർഫെക്റ്റ് ഹൈഡ് ഔട്ടാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുഞ്ഞുമക്കൾ നേരെ ഓടിയത് അവർക്ക് കളിക്കാനുള്ള ഇടം തേടി പ്ലേയിങ് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഒരു വൈബ് ഒന്നൊന്നര വൈബ് തന്നെയാണ് കേട്ടോ. മഴ നനഞ്ഞ കാറ്റിൻ്റെ ഗന്ധവും മലമുകളിൽ പതിഞ്ഞ മേഘങ്ങളുടെ ഭംഗിയും വൈകുന്നേരത്തെ ആ നിശബ്ദതയും ഒരിക്കലും അനുഭവിച്ചാൽ മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ്. കുറച്ചധികം പേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഇരുന്ന് കളിക്കാനും സംസാരിക്കാനും പറ്റിയ ഒരു നല്ലൊരു ഇടമാണ് കേട്ടോ ആ ഒരു കാണുന്നൊരു ഏരിയ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കുറേ പാറകൾ കൊണ്ട് നമുക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് ഒരു പ്ലേയിങ് ഏരിയയിൽ. ഇനി നോക്കൂ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുമ്പ് ചങ്ങലകളിൽ തീർത്ത 4-5 പേർക്ക് ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയ ഇരുമ്പ് ഊഞ്ഞാലുകളും അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. അതാണ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറാനുള്ള ഡ്രസ്സൊക്കെ കൈപിടിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പേ വന്നിട്ടുള്ള ഒരു പറ്റം ആളുകൾ അവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ടൈം ഓവറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഊഴാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ മനോഹര കാഴ്ചകൾ കണ്ടു നോക്കിയാലോ. ഡ്യൂൺകാസ്റ്റിലെ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് കേട്ടോ. പർവ്വതങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ അവർ നിർമ്മിച്ചിട്ടുള്ളത്. മഞ്ഞ് മൂടി കിടക്കുന്ന ആ മലമുകളും അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് നോക്കിക്കണ്ട് ആ കോടമഞ്ഞിറങ്ങുന്ന ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആസ്വദിക്കാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളുടെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചേട്ടനെ ഇറക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ആഴം എത്രത്തോണ്ടുണ്ട്, ഏതൊക്കെ ഭാഗത്തേക്ക് നമുക്ക് പോകാം, ഉയരം എത്രത്തോണ്ട് നമുക്ക് പോകാൻ കഴിയും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത്. പതുക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ അവരുടെ കളികൾ ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ തിരക്കുകളിൽ നിന്നേ കുറച്ച് ദൂരെ പോയാൽ പ്രകൃതിയുടെ ഒരു നിശബ്ദം മാത്രം കേൾക്കുന്ന ഒരിടമുണ്ട് കേട്ടോ. അതാണ് കക്കാടംപൊയിൽ. മലകൾ മഞ്ഞിൽ മറിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും
തണുത്ത കാറ്റും മനസ്സിനെ ശാന്തമാക്കുന്ന പച്ചപ്പും ചേർന്നൊരു സ്വർഗം പോലെയാണ് ഇവിടം. സുഹൃത്തുക്കളോടോ കുടുംബത്തോടൊക്കെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വൈബ് നൽകുന്ന ഒരിടമാണ് കേട്ടോ. പൂളിൽ നിന്ന് മലകളെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷം ജീവിതം തന്നെ ഒന്ന് നിശ്ചലമായ പോലെ തോന്നും. അത്രയ്ക്ക് മനോഹാരിതയുണ്ട് കേട്ടോ പർവ്വതനിരകൾക്ക്. സമയം പോലും മന്ദഗതിയിലാകുന്ന പോലെ തോന്നും ഇവിടുത്തെ ഈ പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. നഗരത്തിൻ്റെ ശബ്ദങ്ങളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ ഹൃദയമിടിപ്പ് കേൾക്കാൻ പറ്റുന്ന ഒരിടമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ വഴികൾ ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ വളവും ഒരു പുതിയ കാഴ്ച സമ്മാനിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ പാറമുകളിൽ നിൽക്കുന്ന ഒരൊറ്റമരം പോലെയും, ചിലപ്പോൾ താഴേക്ക് വിരിഞ്ഞ പച്ചക്കാടുകൾ, ചിലപ്പോൾ മൂടൽമഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ ഒരു മനോഹാരിത പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. അതിവിശാലമായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താഴത്ത് ഒത്തിരിയേറെ കോട്ടേജുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. പണികൾ പൂർത്തിയായിട്ടില്ല. പിന്നെ അപ്പുറത്തെ ഒരു മലമുകളിലായിട്ട് കുറേയേറെ വെളിച്ചങ്ങൾ കാണുന്നുണ്ട്. അവിടെയും ഇതുപോലുള്ള ഓരോ റിസോർട്ടുകളാണെന്നാണ് പറഞ്ഞു കേട്ടത്. മലമുകളിൽ മിന്നാമിനുങ്ങ് പോലത്തെ ആ വെളിച്ചത്തിൻ്റെ നുറുങ്ങുവട്ടം ഇരുട്ടത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങി ഒക്കെ ഫ്രഷായി ഒരു ചൂട് ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ ബാൽക്കണിയിൽ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുവിധം സന്ധ്യ ആയതോടുകൂടി പർവ്വതനിരകളെല്ലാം മഞ്ഞ് പുതഞ്ഞു കിടന്നു കേട്ടോ. ഇപ്പോൾ ഇരുട്ടായി, എല്ലായിടത്തും ദീപങ്ങൾ തെളിഞ്ഞു. അനിയൻ്റെയും അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവിടെ പുറത്തിരുന്ന് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഞങ്ങൾ കുറച്ച് സമയം പാട്ടും ഡാൻസൊക്കെ ആയിട്ട് തകർക്കുകയാണ് കേട്ടോ. കുഞ്ഞുമക്കളും ചേട്ടനും അതുപോലെ അനിയത്തിയും. ഇതിനായിട്ട് തന്നെ ഒരു DJ റൂം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കുറേ സമയം പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ആയിട്ട് തകർത്തു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് ഊഞ്ഞാലാടുകയും കുറേ നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. അപ്പം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കക്കാടംപൊയിലെ ഒരു കുറേ വിഷ്വൽസ് ഉള്ളത്. മെമ്മറീസ് നമുക്ക് നൽകി. അപ്പോൾ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരിടാണ്. ഇതിൽ അവരുടെ നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്.